ദുരന്ത നിവാരണ ഫണ്ട് സർക്കാർ എന്ത് ചെയ്തു? 677 കോടി രൂപ സർക്കാരിന്റെ കൈവശമില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ആരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നതെന്നും വിമർശനം. പ്രിയങ്ക ഗാന്ധി അമിത്ഷായുടെ മെഗാഫോണോ എന്ന് തോമസ് ഐസക്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കണ്ണിൽ പൊടിയിടാൻ നോക്കേണ്ടെന്ന് മറുപടി. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നതും അമിത്ഷായുടെ മറുപടി പ്രിയങ്ക ഗാന്ധി എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചതും CPIM രാഷ്ട്രീയ ആയുധമാക്കി. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പറഞ്ഞ് പ്രിയങ്ക എക്സിൽ ഷെയർ ചെയ്ത പോസ്റ്റ് തന്നെയാണ് CPIM നേതാവായ തോമസ് ഐസക് വിമർശിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അമിത്ഷായുടെ മെഗാഫോണായി മാറിയെന്നാണ് തോമസ് ഐസക് പറയുന്നത്. എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ സർക്കാരിനും CPMനും ഉത്തരം മുട്ടി. ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു. ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തരാവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാനാവാത്തതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. 677 കോടി രൂപ ഫണ്ടിൽ ഉണ്ടോ എന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ല. തുക പാസ്ബുക്കിൽ ഉണ്ടാവും, എന്നാൽ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് സർക്കാരിന് അറിയില്ലെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാവുമെന്നും ഹൈക്കോടതി ചോദിച്ചു. എന്നാൽ ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. ഇതിനോട് കോടതി മുഖം തിരിച്ചു. സാധ്യമായ എല്ലാ സമയവും നൽകി, ഇനിയും സമയം നൽകാനാവില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. തുടർന്ന് SDRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം നൽകുകയും ചെയ്തു. 677 കോടി രൂപ ദുരന്തം നേരിടാൻ മതിയായ ഫണ്ടല്ലെന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ മറുപടി നൽകിയപ്പോൾ അത് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഹൈക്കോടതി മറുപടി നൽകി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേന്ദ്രം ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകാൻ 3.5 മാസത്തോളം സംസ്ഥാന സർക്കാർ വൈകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയാണ് ഈ ചർച്ചകൾക്കെല്ലാം ആധാരം. ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്രം എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുമായി നിരന്തരം സംസാരിക്കുകയും ആവശ്യമായ സേനകളെ വിട്ടു നൽകുകയും ചെയ്തുവെന്ന് അമിത്ഷാ പ്രിയങ്കയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നു. കേരളത്തിന് ഉചിതമായ സഹായം തന്നെ നൽകുമെന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ നിവേദനം നിലവിൽ സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണെന്നും അമിത്ഷാ അറിയിച്ചു. കേന്ദ്ര സഹായം വൈകുന്നതിൽ സംസ്ഥാനം BJP നേതൃത്വം നൽകുന്ന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് തുടരുന്നതിനിടെയാണ് അമിത്ഷാ തന്നെ വിഷയത്തിൽ നേരിട്ട് പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. അമിത്ഷായുടെ മറുപടി എക്സ് പോസ്റ്റിൽ പങ്കുവച്ച പ്രിയങ്ക ഗാന്ധി ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നാണ് പറഞ്ഞത്. ഇത് സംസ്ഥാന സർക്കാരിനും LDF സർക്കാരിന് നേതൃത്വം നൽകുന്ന CPMനും കനത്ത പ്രഹരമായി. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ മെഗാഫോണായി മാറുന്ന പ്രിയങ്കയെ തുറന്നു കാണിക്കാനാണ് തോമസ് ഐസക് ശ്രമിച്ചത്. മുഖ്യമന്ത്രി വിളിച്ച കേരളത്തിലെ MP മാരുടെ യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് പാർലമെന്റ് അംഗങ്ങൾ ഒന്നിച്ച് ആഭ്യന്തരമന്ത്രിയെ കണ്ട് വയനാട് സംബന്ധിച്ച നിവേദനം സമർപ്പിച്ചത്. അതിനോടുള്ള പ്രതികരണമായി അമിത്ഷാ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറഞ്ഞത് പ്രിയങ്ക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും കേരളം 3 മാസം കഴിഞ്ഞ് നവംബർ 13-നാണ് രേഖകൾ നൽകിയതെന്നാണ് അമിത്ഷാ പറയുന്നത്. അദ്ദേഹം പച്ചക്കള്ളമാണ് എഴുന്നള്ളിച്ചിട്ടുള്ളതെന്ന് പ്രിയങ്കയ്ക്ക് അറിയില്ലേ? ഇല്ലെങ്കിൽ അത് പരിശോധിക്കുക പോലും ചെയ്യാതെ അമിത്ഷായുടെ വാചകം എടുത്ത് വിഴുങ്ങുകയാണോ ചെയ്യുന്നത്? ഇത് എവിടുത്തെ രാഷ്ട്രീയമാണ്? സംഘ് പരിവാറിന്റെ മെഗാഫോണായി പ്രവർത്തിക്കാനാണോ പ്രിയങ്ക വയനാടിന്റെ ജനപ്രതിനിധി ആയത് എന്നും തോമസ് ഐസക് ചോദിക്കുന്നു. എന്നാൽ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ കുരിശിലേറ്റുന്നതാണ്. പ്രിയങ്ക ഗാന്ധി എക്സിൽ പോസ്റ്റ് ചെയ്തതിന് പിറകെ പോയി രാഷ്ട്രീയ യുദ്ധം നടത്തിയാലൊന്നും ജനം അത് അംഗീകരിച്ചു കൊടുത്തെന്ന് വരില്ലെന്ന് തോമസ് ഐസക് ഓർക്കുന്നത് നന്നാകുമെന്നാണ് പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ.